തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തെറി, പൂരത്തെറി, പൂരപ്പാട്ട് എന്നൊക്കെ പറയില്ല, ആ നിലക്കുള്ള തെറികള് എഴുതിയിട്ടുമായിട്ടും മറ്റേ ഓരോരുത്തർ പോസ്റ്റായിട്ടും ഓരോ പേജിന്റെ വാളായിട്ടും. പിന്നെ ചില ആൾക്കാരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഈ മമ്മൂക്ക എന്തോ ഒരു കൊലപാതകം ചെയ്ത പോലെയാണ്. മമ്മൂക്ക എന്തോ ഒരു പീഡനവീരൻ ആയ പോലെയാണ് ഓരോരുത്തരുടെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളും കമന്റുകളൊക്കെ കാണുമ്പോൾ. സംഭവത്തിൽ എന്താണ് സംഭവിച്ചത്, നമ്മൾ നേരിട്ട് കണ്ടതാണ്. മാധ്യമങ്ങളിലൂടെ നേരിട്ട് കണ്ടതാണ്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മീഡിയാസിന്റെ മൈക്ക്, അതായത് മീഡിയാസിന്റെ മൈക്ക് എന്താണ്, ഏതൊരു ചെറിയൊരു ശബ്ദമാണ് വെച്ചെങ്കിലും അത് വളരെ ക്ലിയർ ആയിട്ട് അത് ക്യാച്ച് ചെയ്തെടുക്കും. പണ്ടത്തെ കാലം എന്നല്ല, സാങ്കേതിക വിദ്യ വളരെ മുന്നിലുള്ള കാലമാണ്. അപ്പൊ എന്ത് സ്ഥലം താത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, സ്വാഭാവികമാണ്. നമുക്ക് പറഞ്ഞത് എന്താ, നിങ്ങൾ എൻ്റെ ഒപ്പം വരേണ്ട ആവശ്യമില്ല, എനിക്ക് വഴി കാട്ടേണ്ട ആവശ്യമില്ല, അത് തെറ്റിദ്ധരിക്കപ്പെടും, ഞാൻ നിങ്ങൾക്ക് വന്നതാണെന്ന് മറ്റുള്ളവർ വിചാരിക്കും, അത്ര നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അതെന്താ ഈ മൈക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അത് പുറത്തായി, ആകെ എന്താ പബ്ലിക്കിന്റെ ഇടയിലൊക്കെ ആകെ നാശകോശാക്കി എന്നിട്ട് പിന്നെ അത് അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം. അതായത് മമ്മൂട്ടിയെ തരം താഴ്ത്താനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും ഒതുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള പല ലെവലും ഉണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് മലയാളത്തിന്റെ മഹാനടനെ, അതായത് ഈ കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് ഒരു നടനും നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ചില ആൾക്കാരെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റെന്താണ്, മനുഷ്യനാകണം എന്നൊക്കെ പറഞ്ഞിട്ട്. മമ്മൂട്ടി മനുഷ്യൻ തന്നെ ഉണ്ടോ? മമ്മൂട്ടിക്ക് നന്നായിട്ട് എന്തുണ്ട്, ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ്. മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. അതായത് 10-50 കൊല്ലത്തിന് മീതായാലും മലയാള സിനിമയിൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മമ്മൂട്ടി. അതായത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അപ്പോ ഈ റഫീഖിനെ ഫോണിൽ വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കുകയുണ്ടായി. കാരണം ഇത് സൈബർ അറ്റാക്കും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ വാർത്തകളൊക്കെ വന്നത് മുതൽ നമുക്ക് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. ഇത് കാരണം കൊണ്ടാണ്, അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കി. ഓൾറെഡി എന്ത് ബുദ്ധിമുട്ടായതിൽ ക്ഷമ ചോദിക്കുന്ന ലെവലിൽ അങ്ങനെ മനോവശം ഉണ്ടാക്കിയാൽ ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് വിട്ടത്. മമ്മൂക്കയുടെ കാര്യം തുറന്നു പറഞ്ഞ്, അതായത് തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇത് എന്തായി, മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ ആകാണ്ട്, അതായത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് ഉണ്ടാക്കി വെച്ച ഇമേജ് അത് അദ്ദേഹത്തിന്റെ ഇമേജാണ്. ചില ആൾക്കാർ പറയണത് എന്താണ്, ഞങ്ങളില്ലെങ്കിൽ മമ്മൂട്ടി ഇല്ലാന്നാ. മമ്മൂട്ടി ജോലി ചെയ്തിട്ടാണോ കാശ് സമ്പാദിക്കണത്? മമ്മൂട്ടിയുടെ ജോലി എന്താ? അഭിനയമാണ് മമ്മൂട്ടിയുടെ ജോലി. ഈ മമ്മൂട്ടിക്ക് ഞങ്ങൾ കാശ് കൊടുത്തിട്ട്, ഈ ജനതന്റെ കുടിയതെടുത്ത് കായ് കൊണ്ട് കൊടുത്തിട്ട് മമ്മൂട്ടിക്ക് ഈ ജന്റെ കുടിയത് കൊണ്ട് കൊടുത്തിട്ടേ പടത്തിന്റെ ചാക്കുകൾ കോടികൾ ഞങ്ങൾ കൊടുത്ത. മമ്മൂട്ടി എന്ന നടൻ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ മികവ് കൊണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതായത് മുഹമ്മദ് കുട്ടി ആയിരിക്കുമ്പോ ആൾ കായ കൊണ്ട് കൊടുക്കണ്ട, അല്ലെങ്കിൽ ആളെ സിനിമ കാണും ഇല്ല. മമ്മൂട്ടി തിരശ്ശീലയിൽ അല്ലെങ്കിൽ മമ്മൂട്ടി മറ്റേ സിനിമയിൽ വെള്ളിത്തിരയിൽ നന്നായിട്ട് അഭിനയിക്കുന്ന കാരണം കൊണ്ട് തന്നെയാണ് അയാൾക്ക് നിലനിൽപ്പുള്ളൂ, അയാൾ ഇത്രയും താര പദവിയിലേക്ക് എത്തിയത്. അല്ലാതെ ഞങ്ങള് കായ കൊടുത്തിട്ടാണ് മമ്മൂട്ടി ചെയ്ത് തന്നെ. മമ്മൂട്ടി അഭിനയിക്കുന്ന അയാളെ ജോലിയാണ്, അത് അയാള് പ്രൊഫഷനാണ്. അതിന് അയാൾ ശമ്പളം മേടിക്കും, ചിലപ്പോൾ കോടികൾ മേടിക്കും, ചിലപ്പോൾ ലക്ഷങ്ങൾ മേടിക്കും, അതൊക്കെ അയാൾ ഇഷ്ടമാണ്. എന്നിട്ട് പറയാം മമ്മൂട്ടി ഒരു തേങ്ങ ചെയ്തിട്ടില്ല എന്ന്. മമ്മൂട്ടി ചെയ്ത ചാറ്റുകൾ നോക്ക്. എന്നു സോഷ്യൽ മീഡിയയിൽ പുതിയ ചാറ്റ് ചെയ്തതിന്റെ ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് മമ്മൂട്ടിനെ പറ്റി പറയാം, മമ്മൂട്ടിയുടെ ഒരു തേങ്ങ ചെയ്തിട്ടില്ല. മമ്മൂട്ടി ഒരു അരിച്ചാക്ക് പോലും സംഭാവന കൊടുക്കാത്ത ആളാണ്. മനുഷ്യനാകണം എന്നാണ് നമ്മളെ സുനിതാജി പറയുന്നത്. വന്നാര സുനിതമ്മായി, നിങ്ങൾ വെറുതെ ഒരു എന്താ മമ്മൂട്ടിയുടെ ചാറാന്നൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. മമ്മൂട്ടിയുടെ ചാറാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ ചാറാവുള്ളൂ. വെറുതെ മമ്മൂട്ടി ചാറാവില്ല. സുനിതാജി എന്ന് പറഞ്ഞ സംഭവം മറ്റേ രാഹുൽ ഈശ്വർ ഓൾറെഡി മറുപടി കൊടുത്തിട്ടുണ്ട്. മമ്മൂട്ടി എന്താണ് ഉദ്ദേശിച്ചത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ലെവലില് അത് വേറെ. മമ്മൂട്ടിയും മാർക്സിസ്റ്റാണ്, ഈ പറയുന്ന റഫീഖും മാർക്സിസ്റ്റാണ്. അപ്പോ രണ്ട് പാർട്ടിക്കാരും ചെറിയൊരു എന്താ പറയാ, അത് കേട്ടപ്പോ ആൾക്ക് വിഷമം തോന്നിയിട്ടുണ്ട് വെച്ചെങ്കിൽ അതിൽ ഖേദിക്കുന്നു എന്ന് മമ്മൂട്ടി പറഞ്ഞു. പിന്നെ അതിൽ മാത്രം എന്താ, പിന്നെ ചില ആൾക്കാർ മമ്മൂട്ടിനെ പറ്റിയുള്ള ഫുള്ള് എന്താ പറയാ, മമ്മൂട്ടിനെ എങ്ങനെയൊക്കെ തെറി വിളിക്കാൻ പറ്റും ആ നിലക്കൊക്കെ തെറി വിളിക്കണം. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന്മാരുടെ മനസ്സിൽ ഇങ്ങനെ ഇത്രയും വിഷമാണോ എന്നുള്ളതൊക്കെ ഞാനൊക്കെ ആദ്യമായിട്ട് കാണാണ് ഇങ്ങനത്തെ ലെവലിൽ. കാരണം ഇങ്ങനെയൊക്കെ മനുഷ്യനെ അതം പതിച്ചു പോയോ.
സംഭവം അയാളെ കാര്യം പറഞ്ഞു. അത് ഇത് ബാക്കിയുള്ള കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു, നിങ്ങൾ എന്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ അതെന്താവും, ജനങ്ങൾ തെറ്റിദ്ധരിക്കും, നിങ്ങൾ എന്റെ കൂടെ വരേണ്ട ആവശ്യമില്ല എന്ന്. അയാൾ വന്നത് ഒരു പൊതുപരിപാടിക്കൊന്നുമല്ല, അയാളൊരു നോർമലായിട്ട് പേഴ്സണലായിട്ട് വന്ന സംഭവമാണ്. ഈ വയനാട് ടൗൺഷിപ്പ് കാണാന്നുള്ളത് അയാൾ പേഴ്സണലായിട്ട് വന്നു, ഒരാളോട് പോലും അറിയിക്കാതെ മറ്റുള്ളതൊക്കെ. ഇത് എങ്ങനെയോ ലീക്കായിട്ട് മാധ്യമപ്പണി മറ്റുള്ള ആൾക്കാരൊക്കെ അവിടെ എത്തിയതാണ്. അപ്പോ ഈ റഫീഖ് എന്ന് പറയുന്ന ആളെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ, അയാള് ഉരുൾപൊട്ടൽ മുതൽ ആ നാട്ടിൽ അന്ന് ഇന്ന് എന്നും സജീവമായിട്ട്, പ്രത്യേകം എന്താ ചെയ്യണ്ട, പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലാത്ത, അതായത് ഒരാൾക്ക് മുന്നിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ റഫീഖ് എന്ന് പറഞ്ഞ ആള്. സംഭവം എങ്ങനെ മനസ്സിലായില്ല? അദ്ദേഹം അവിടുത്തെ ഉരുൾപൊട്ടിയത് മുതലും അല്ലെങ്കിൽ അതിന് മുന്നേ അല്ലെങ്കിൽ അതിന് ശേഷം അന്നും ഇന്നൊക്കെ സജീവമായിട്ട് ആ ചളിയിലും വെള്ളത്തിലൊക്കെ ആകെ ഇറങ്ങി ഹലാക്കിന്റെ ഒരു സുഖന്യായ മനുഷ്യൻ തന്നെയാണ്. അതൊക്കെ സംഭവം ശരി തന്നെയാണ്. അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് മമ്മൂട്ടി അത് ഫോൺ വിളിച്ചിട്ട് വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചൊക്കെ ക്ലിയർ ചെയ്താണ്. പിന്നെ ആൾക്കാർ എന്ത് ചെയ്യാണ്, മമ്മൂട്ടിക്കെതിരെ ഇങ്ങനെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്ത് അറ്റാക്ക്? മമ്മൂട്ടി മാർക്കിസ്റ്റാണ്, ഈ റഫീഖ് എന്ന് പറഞ്ഞാലും അയാൾ മറ്റേ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, മമ്മൂട്ടി പറഞ്ഞ കാര്യം അയാൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ എന്തായി, കുറെ ആൾക്കാർ ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ട്രോള് വരാനില്ല കേരളത്തിൽ. ഇങ്ങനത്തെ ഒരു മമ്മൂട്ടിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു ട്രോള്, അല്ലെങ്കിൽ ഒരു സിനിമാ നടനെ പറ്റിയിട്ട് ഇങ്ങനത്തെ ട്രോള് വന്നിട്ടുണ്ടാവില്ല. ആ നിലക്കാണ് മമ്മൂക്കാനെ പറ്റിയിട്ട് നാശകോശാക്കി വിട്ടത്. ഒന്നുമില്ല, അയാൾ ഇത്രയും ഒരു ഇതുള്ള ഒരു വ്യക്തിയല്ലേ. അപ്പൊ ചില ആൾക്കാർ പറയണത് എന്താ, അപ്പൊ അന്ന് നമ്മളിവിടെ പറയില്ല, ഇനി അത് പറഞ്ഞത് എന്നിട്ട് ഇതാകണ്ട. ചില ആൾക്കാർ പലതും പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ മോന് കേസിൽ പെട്ട് അതിനെ ആരും സഹായിച്ചില്ല, ഇനി മറ്റൊരു സഹായിച്ചിട്ടാവും, അങ്ങനെ ഇങ്ങനെ. ദുൽഖർ സൽമാൻ എന്ത് കേസിൽ പെട്ടെന്ന് പറയണം. ദുൽഖർ സൽമാന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വണ്ടിയുടെ എന്തോ സംഭവം ഉണ്ട്. അതൊക്കെ അതായി അവരെ പറയാം, അവർക്ക് വക്കീൽമാർ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അതൊന്നും നമ്മ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഈ മമ്മൂട്ടിനെ ഇങ്ങനെ കരിവാരിത്തേക്കേണ്ട ഒരു ആവശ്യമില്ല. ചെറിയൊരു സംഭവം, ഒരു നിസാരമായ സംഭവം, അതിനെ ഇങ്ങനെ വക്രീകരിച്ച് മമ്മൂട്ടി ഏതോ കൊലപാതകം ചെയ്ത പോലെ, മമ്മൂട്ടി എന്തോ പീഡനത്തിന് പീഡിപ്പിച്ച പോലെ, ആ ലെവലിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് ഇപ്പൊ പറഞ്ഞവർക്ക് തന്നെ എന്തായി, ആകെ അന്തം വിട്ട് കുന്തം പോയ പോലത്തെ കഥയിൽ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ മമ്മൂട്ടിയുടെ വിഷയം ഇവിടെ അവസാനിച്ച്, മമ്മൂട്ടി ഇനിയും പുതിയ പുതിയ സിനിമയിൽ കൂടെ പുതിയ കഥാപാത്രങ്ങൾ അഭിനയിച്ച് മലയാളികളെ എന്ത് ചെയ്യും, എന്താ പറയാ, മലയാളികളെ മനസ്സിൽ വരില്ലല്ലോ, മലയാളികളെ അമ്പരപ്പിക്കും. അതാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ. അപ്പോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.